everyone, welcome back to my channel, my English Desire. Are you excited? Really excited? Really excited? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ മേക്കിംഗ് റിക്വസ്റ്റ്, എങ്ങനെ നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ പൊളൈറ്റ് ആയിട്ട് ഒരാളോട് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ പറയുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇനി മുതൽ നമ്മളെ ചാനലിൽ എന്താ വെച്ചാൽ ഡെയിലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലെസൺ നമ്മൾ ഇടുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെങ്ങനെ മേക്കിംഗ് റിക്വസ്റ്റ്, നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ റിക്വസ്റ്റ് ചെയ്യാം. പൊളൈറ്റായിട്ട്, വളരെ പൊളൈറ്റായിട്ട് നമ്മൾ മറ്റൊരാളോട് എങ്ങനെ റിക്വസ്റ്റ് നമുക്ക് ചെയ്യാൻ കഴിയും എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മൾ വളരെ പൊളൈറ്റായിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കാൻ, ഒരാളോട് ഒരു റിക്വസ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ജനാലൊന്ന് തുറക്കുമോ, അല്ലെങ്കിൽ ആ വാതിലൊന്ന് അടക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള റിക്വസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മോഡൽ ഓക്സിലറീസ് ആയിട്ടുള്ള കുഡ്, വുഡ് എന്നുള്ള ഇതാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ കുഡ് യു ടെൽ മീ ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ഓക്കെ, കുഡ് യു ടെൽ മീ ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. അവിടെ കുഡ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ടാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. കുഡ് യു ടെൽ മീ ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ, നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ? അടുത്തത് വുഡ് യു മൈൻഡ് ടേണിങ് ദി ടി വി ഓഫ്. ഇപ്പം ഞാൻ ഹോളിലിരിക്കുകയാണ്, ടി വി ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ അവിടെ കിടക്കുകയാണോ, എന്തെങ്കിലും ഒന്ന് ചെയ്യാണ്. അപ്പോൾ മറ്റൊരാളോട് ഞാൻ പറയുകയാണ് വുഡ് യു മൈൻഡ് ടേണിങ് ദി ടി വി ഓഫ്. ഓക്കെ, നിങ്ങളൊന്ന് ടി വി ഒന്ന് ഓഫ് ചെയ്യാമോ, വളരെ പൊലൈറ്റായിട്ട്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ടി വി ഒന്ന് ഓഫ് ചെയ്യാമോ. വുഡ് യു മൈൻഡ് ടേണിങ് ദി ടി വി ഓഫ്. മനസ്സിലായല്ലോ? ഞാനൊരു കടയിൽ പോയി എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട്. അപ്പോൾ ഞാൻ പറയാണ്, കൂട്ടുകാരനോ അല്ല, എൻ്റെ ഒരു എൽഡർ ബ്രദറോ, അങ്ങനെ ഒരു എൽഡേഴ്സുമായിട്ട് ഞാൻ പോയി. അപ്പോൾ ഞാൻ പറയാണ്, അങ്ങനെ ഞങ്ങൾ കടയിൽ പോയി, കടയിൽ കയറി, എനിക്കൊരു വാച്ച് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എൻ്റെ ബ്രദറിനോട് പറയാണ് വുഡ് യു ബൈ ദാറ്റ് വാച്ച് ഫോർ മീ. വുഡ് യു ബൈ ദാറ്റ് വാച്ച് ഫോർ മീ. ആ വാച്ച് എനിക്കൊന്ന് നിങ്ങൾ വാങ്ങിത്തരാമോ? ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിലാണ്, ക്യാഷ് ഇല്ല, പൈസ കയ്യിലില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, ഒരു റിലേറ്റീവിനോട് ഞാൻ ചോദിക്കുകയാണ്, റിലേറ്റീവായിട്ടുള്ളൊരു ഫാമിലി ഫ്രണ്ടിനോട് ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ കാശില്ല, കുറച്ച് കടമായിട്ട് നിങ്ങൾ തരാമോ? അപ്പോൾ എങ്ങനെ ചോദിച്ചാൽ, പൊളൈറ്റായിട്ട് എങ്ങനെ ചോദിക്കാം? വുഡ് യു ബി ഏബിൾ ടു ലെൻഡ് മീ സം മണി. വുഡ് യു ബി ഏബിൾ ടു ലെൻഡ് മീ സം മണി. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് പണം കടം തരാനായിട്ട് പറ്റുമോ, കുറച്ച് പൈസ കടമായിട്ട് തരാമോ നമ്മൾ ചോദിക്കുകയാണ് വളരെ പൊളൈറ്റായിട്ട്. എനിക്ക് കുറച്ച് പൈസ കടമായിട്ട് തരാൻ കഴിയുമോ? നമ്മളിപ്പോൾ സപ്പോസ് ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്, അതായത് നമ്മളൊരു ബെഡ്മിൽ കിടക്കുകയാണ്, നമ്മൾ വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ നമ്മളൊരു എൽഡർ ആയിട്ടുള്ള ഒരാൾ വ്യക്തിയോട്, അല്ലെങ്കിൽ ഒരു അപരിചിതനായ ഒരു വ്യക്തിയോട് നമ്മൾ പറയുകയാണ്, വളരെ പൊളൈറ്റായിട്ടേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. മനസ്സിലായോ? കാരണം നമ്മൾ എൽഡറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണ്, നമുക്ക് കുറച്ച് മടിയുണ്ട് പറയാനെങ്കിൽ പോലും നമ്മൾ പറയുകയാണ്, ആ വാതിൽ എനിക്കൊന്ന് നിങ്ങൾ തുറന്നു തരാമോ, ആ വാതിലൊന്ന് തുറന്നു തരുമോ? വളരെ പൊളൈറ്റായിട്ട് എങ്ങനെ പറയാം? വുഡ് ഇറ്റ് ബി പോസിബിൾ ഫോർ യു ടു ഓപ്പൺ ദി ഡോർ ഫോർ മീ. ഓക്കെ, അതായത് ആ വാതിലൊന്ന് നിങ്ങൾ തുറക്കാമോ. സപ്പോസ് നമുക്ക് തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും, അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ പറയാണ്. അല്ലെങ്കിൽ ഇൻ കേസ് അദ്ദേഹം അതിൻ്റെ വാതിലിൻ്റെ അടുത്തായിരിക്കും, അപ്പം നമ്മൾ പറയാൻ അദ്ദേഹത്തിനായിരിക്കും കൂടുതൽ തുറക്കാൻ എളുപ്പം. അപ്പോൾ അദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ ആ വാതിലൊന്ന് തുറന്നു തരാമോ. ഒരു ഹോളിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസ്സോ എന്തൊരു മീറ്റിങ്ങോ ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാണ്, അവിടുത്തെ ആളുകളോട് ഞാൻ പറയാണ്, നിങ്ങളൊന്ന് ശബ്ദം ഉണ്ടാക്കാതിരിക്കുമോ, എന്തൊരു ശബ്ദമാണിത്, ഒന്ന് ശബ്ദം ഉണ്ടാക്കാതിരിക്കുമോ, സൈലൻറ്റ് പ്ലീസ് എന്ന് പറയില്ലേ. അത് നമ്മൾ വളരെ എന്താ പറയുക, പൊളൈറ്റായിട്ട് എങ്ങനെ നമ്മൾ പറയാം, ഐ വണ്ടർ ഇഫ് യു കുഡ് കീപ് സൈലൻറ്റ് പ്ലീസ്. അതായത് നിങ്ങൾ ഒന്ന് സൈലൻ്റായിട്ട് ഇരിക്കാമോ, നല്ല ശബ്ദം അവരുണ്ടാക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് സൈലൻ്റാക്കിയിട്ട് ഇരിക്കുമോ. അപ്പോൾ ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ വിൻഡോ സീറ്റിൻ്റെ അടുത്ത് ഒരാളാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, തണുപ്പ് വന്ന സമയത്ത് എനിക്ക് ഡോറ് അടക്കണം. ഓക്കെ, നല്ല തണുപ്പാണ്, അപ്പോൾ വിൻഡോ അടക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്, എങ്ങനെ പറയാം, വളരെ പൊളൈറ്റായിട്ടല്ല പറയാം. ഇഫ് യു ഡോണ്ട് മൈൻഡ് കുഡ് യു ക്ലോസ് ദി വിൻഡോ. ഇഫ് യു ഡോണ്ട് മൈൻഡ് കുഡ് യു ക്ലോസ് ദ വിൻഡോ. അല്ലേ, വളരെ പൊളൈറ്റായിട്ടാണ് പറയുന്നത്, നിങ്ങളൊന്ന് വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യാമോ. ഓക്കെ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, അവിടെ നമ്മൾ യൂസ് ചെയ്യാം ഇഫ് യു ഡോണ്ട് മൈൻഡ്. നിങ്ങൾക്ക് പ്രശ്നമില്ല, കുഴപ്പമില്ലെങ്കിൽ എന്നുള്ളതിലാണ് ഇങ്ങനെ. ഇഫ് യു ഡോണ്ട് മൈൻഡ് കുഡ് യു ക്ലോസ് ദി വിൻഡോ. ഒന്ന് ആ വിൻഡോ ഒന്ന് അടക്കാമോ, കുഴപ്പമില്ലെങ്കിൽ എന്നുള്ള, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നുള്ളൊരു മീനിങ് ആണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ്, അപ്പോൾ ഞാനൊരു ലഗേജൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ലഗേജൊക്കെ എടുത്താണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ലഗേജ് ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആളോട് ഞാൻ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഇത് എടുത്തു തന്നിട്ട് എന്നൊന്ന് സഹായിക്കാമോ, ഒരു ബാഗ് നിങ്ങൾ എടുക്കുമോ എന്നുള്ളതിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന് സഹായിക്കാമോ, ഒന്ന് എടുക്കാമോ എന്നുള്ളത് നമ്മളെങ്ങനെ പറയാം, പൊളൈറ്റായിട്ട്.
if it's not too much trouble, if it's not too much trouble, could you help me with this? Could you help me with this? Okay, ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് ഇത് എന്നെ ഒന്ന് സഹായിക്കാമോ, ഇത് എടുക്കാനൊന്ന് സഹായിക്കാമോ, ഹെൽപ്പ് മീ വിത്ത് ദിസ്. അതെന്താണ് അവിടെ പറയുന്നില്ല കേട്ടോ. അത് നമുക്ക് എന്തോ ഇപ്പോൾ ലഗേജ് എടുത്തു തരാനോ എന്തും വിത്ത് ദിസ്. പിന്നെ നമുക്ക് നമ്മൾ ആ കാര്യം പറഞ്ഞാൽ മതി. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ടു മച്ച് ട്രബിൾ കുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മുതൽ നമ്മൾ എന്താ പറയുക, ഡെയിലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ഡെയിലി ഡെയിലി യൂസ്ഡ് വൊക്കാബുലറി, അതുപോലെ നമ്മൾ അതുവഴി നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഓരോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലെസൺസ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോൺവെർസേഷൻസ്, ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ 1-2 ഷോർട്ടൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക, കാരണം നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യഥാക്രമം ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ദിസ് ഇസ് സയ്യിദ് ജമാൽ. Are you excited? Really excited?